ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ദ ക്ലാസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് സൈബർ അഡിക്ഷൻ, ഇൻ്റർനെറ്റ് അഡിക്ഷൻ എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആരൊക്കെയാണ് ഇങ്ങനെ ഇൻ്റർനെറ്റ് അഡിക്റ്റ് ആവുന്നത്, എന്താണ് ഇൻ്റർനെറ്റ് അഡിക്ഷൻ എന്നുള്ളത് പറഞ്ഞു. ഒരാൾ കണ്ടിന്യൂസ്ലി ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ഇൻ്റർനെറ്റ് അഡിക്ഷൻ. അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇനി റിസ്ക് ഫാക്ടേഴ്സ് ഫോർ ഇൻ്റർനെറ്റ് അഡിക്ഷൻ. There are some risk factors that have been identified with cyber addictions. First one, anxiety. One may use the internet to divert himself from his worries and fears. An anxiety disorder like obsessive compulsive disorder may also contribute to excessive email checking and compulsive internet use. അപ്പോൾ ആങ്സൈറ്റി ഒരു റിസ്ക് ഫാക്ടറാണ്. ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാനുള്ള ആഗ്രഹം. അപ്പോൾ അത് ഒരാളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന സമയത്ത് നമ്മളിപ്പോൾ എന്താ പറയുക, ഫോണ് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ എന്തായി, മെസ്സേജ് വന്നോ, അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത മെസ്സേജിന് റിപ്ലൈ വന്നോ, നമ്മളതിങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കും. എപ്പോഴും നമ്മളെ മനസ്സിൽ ആ ഒരു ചിന്തയായിരിക്കും. അപ്പം നമ്മളിങ്ങനെ എന്താ പറയുക, മിനിറ്റ് ബൈ മിനിറ്റ് നമ്മൾ എന്ത് ചെയ്യും, ഫോണെടുത്ത് നമ്മൾ നമ്മൾ വാട്സാപ്പ് ചെക്ക് ചെയ്യുക, ഫേസ്ബുക്ക് ചെക്ക് ചെയ്യുക, മെയിൽ ചെക്ക് ചെയ്ത് അങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കും. ഇത് ആങ്സൈറ്റീൻ്റെ ഒരു സൈഡ് എഫക്റ്റാണിത്. ദെൻ ഡിപ്രഷൻ. The internet can be an escape from feelings of depression, but too much time online can make things worse. അപ്പോൾ നമ്മൾ ചില സമയത്ത് നമ്മളിങ്ങനെ ഡിപ്രസ്ഡായി നമ്മൾ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഫോണിന് അല്ലെങ്കിൽ നമ്മൾ ഇൻ്റർനെറ്റിന് എന്ത് ചെയ്യും, ശരണം പ്രാപിക്കും. മീൻസ് ആ സമയത്ത് നമ്മളെ വിഷമം നമ്മൾ മറക്കുക. നമ്മൾ മൊബൈൽ ഫോണിൽ ഇൻ്റർനെറ്റ് വഴി അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ ഇൻ്റർനെറ്റിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ കണ്ടെന്ത് ചെയ്യുക, നമ്മൾ വിഷം അവിടെ നമ്മൾ എന്താ പറയുക, ഒഴിവാക്കാൻ ശ്രമിക്കുക. അങ്ങനെ നമ്മൾ അതിൽ എന്ത് ചെയ്യാണ്, അഡിക്റ്റായി പോവുകയാണ്. നമ്മൾ അതിലേക്ക് നോക്കി ഇങ്ങനെ നമ്മളെ സമയം അതിലങ്ങ് പോവുകയാണ്. ദെൻ അതർ അഡിക്ഷൻസ്. മെനി ഇൻ്റർനെറ്റ് അഡിക്ട്സ് സഫർ ഫ്രം അതർ അഡിക്ഷൻസ് മെയിൻലി ടു ഡ്രഗ്സ്, ആൽക്കഹോൾ, ഗാംബ്ലിംഗ് ആൻഡ് സെക്സ്. അപ്പോൾ ഈ ഇൻ്റർനെറ്റ് യൂസേജിൻ്റെ അഡിക്ഷൻ മാത്രമല്ല, മറ്റ് പലരും പല അഡിക്ഷൻസിന് എന്താണ് അഡിക്റ്റഡ് ആണ്. മീൻസ് എന്താ പറയുക, ഡ്രിങ്കിങ്, ലഹരി ഉപയോഗിക്കുന്നത്, ഡ്രഗ്സ് ഉപയോഗിക്കുന്നത്, ഗാംബ്ലിംഗ് ആൻഡ് സെക്സ്, ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ എന്ത് ചെയ്യുക, ഇൻ്റർനെറ്റിലൂടെ എന്ത് ചെയ്യുക, അതിൽ അഡിക്റ്റായി പോവുക. ദെൻ ലാക്ക് സോഷ്യൽ സപ്പോർട്ട്. ഇൻ്റർനെറ്റ് അഡിക്ട്സ് ഓഫൺ യൂസ് ദാറ്റ് റൂംസ്, ഇൻസ്റ്റൻറ്റ് മെസ്സേജിംഗ് ഓർ ഓൺലൈൻ ഗെയിമിംഗ് ആസ് എ സേഫ് വേ ഓഫ് എസ്റ്റാബ്ലിഷിംഗ് ന്യൂ റിലേഷൻഷിപ്സ് ആൻഡ് മോർ കോൺഫിഡൻ്റ്ലി റിലേറ്റിംഗ് ടു അതേഴ്സ്. അപ്പോൾ നമ്മൾ എന്താ പറയുന്നത്, നമ്മളെപ്പോഴും ഫോണിലാണ് അല്ലെങ്കിൽ ഇൻ്റർനെറ്റിലാകുമ്പോൾ നമുക്ക് സോഷ്യൽ സപ്പോർട്ട് കുറയാണ്. നമ്മളെ ബന്ധങ്ങൾ അതിലൂടെ മാത്രമാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നല്ലാതെ നമ്മൾ പേഴ്സണലി ഒരാളായിട്ട് എന്ത് ചെയ്യുന്നില്ല, സോഷ്യൽ റിലേഷൻഷിപ്പ് നമ്മളിപ്പോൾ നേരിട്ട് അയാളായിട്ട് എന്ത് ചെയ്യുന്നില്ല, കോണ്ടാക്ട് ചെയ്യുന്നില്ല. നമ്മളെപ്പോഴും എന്തിലൂടെ മാത്രമേ ചെയ്യുന്നുള്ളൂ, ഈ സൈബറിലൂടെ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആ സമയത്ത് നമുക്ക് സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിയുന്നില്ല. അവർ നമ്മളോട് ചാറ്റ് ചെയ്ത് നമുക്ക് റിലേഷൻഷിപ്പ് എന്ത് ചെയ്യാണ്, ഇല്ലാതായി പോവുകയാണ്. ടീനേജേഴ്സ് മേ ഫീൽ ദാറ്റ് ഇൻ്റർനെറ്റ് ഈസ് എ വണ്ടർ വേൾഡ് ആൻഡ് ഇറ്റ് മൈറ്റ് ഫീൽ മോർ കംഫർട്ടബിൾ ദാൻ റിയൽ ലൈഫ് ഫ്രണ്ട്സ്. അപ്പോൾ ടീനേജേഴ്സിനാണിത് കൂടുതലും എഫക്റ്റ് ചെയ്യുന്നത് എന്നാണൊരു ഇതുള്ളത്. കാരണം ഇവരാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആങ്സൈറ്റി ഉള്ള പേഴ്സൺസ്. അപ്പോൾ അവരാണ് കൂടുതലും ഓരോന്നറിയാനുള്ള എന്താ പറയുക, ത്വരയുള്ള ആളുകൾ ടീനേജേഴ്സാണ്. അപ്പോൾ അവരാണ് എന്ത് ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ ഇത് യൂസ് ചെയ്യുന്നത്, ഇൻ്റർനെറ്റൊക്കെ യൂസ് ചെയ്യുന്നത്. മാനേജിങ് ഇൻ്റർനെറ്റ് അഡിക്ഷൻ. എങ്ങനെ നമുക്ക് ഇൻ്റർനെറ്റ് അഡിക്ഷൻ മാനേജ് ചെയ്യാം? ഐഡൻറ്റിഫൈ എനി അണ്ടർലൈങ് റീസൺ ദാറ്റ് നീഡ് ട്രീറ്റ്മെൻറ്റ്. നമ്മൾ തന്നെ സ്വയം എന്ത് ചെയ്യുക, നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നമ്മളെപ്പോഴും ഒരു എന്താ പറയുക, കണ്ടിന്യൂസ്ലി ഇത് യൂസ് ചെയ്യുന്ന ആളാണോ, നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ഐഡൻറ്റിഫൈ ചെയ്യുക. അതായത് അത് നമുക്ക് വേണ്ടാന്നുള്ളൊരു കാര്യമാണോ, അപ്പോൾ നമ്മൾ സ്വയം എന്ത് ചെയ്യണം, ആദ്യം അറിയണം. ഇൻക്രീസ് ദ കോപ്പിംഗ് സ്കില്ല്. നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, നമ്മളെ സ്കില്ല് കൂട്ടുക. ഇത് നമുക്ക് വേണ്ട, അല്ലെങ്കിൽ നമ്മൾ ഇതിലൂടെ അല്ലാതെ നമുക്ക് കിട്ടുന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, അവരിത് മനസ്സിലാക്കണം. സ്ട്രെങ്തൻ ദ റിലേഷൻഷിപ്പ്. നമ്മളെ റിലേഷൻഷിപ്പ് എന്ത് ചെയ്യുക, സ്ട്രെങ്തൻ ചെയ്യുക. അതായത് നമ്മളെ വീട്ടിലുള്ളവരായിട്ടും നമ്മളെ ഫ്രണ്ട്സുമായിട്ടൊക്കെയുള്ള റിലേഷൻഷിപ്പ് നമ്മൾ ഉണ്ടാക്കണം. അതായത് നോട്ട് ഓൺലി ഫോണിലൂടെയല്ല, അല്ലാതെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ റിലേഷൻഷിപ്പ് ഉണ്ടാക്കണം. നമുക്ക് അവരുണ്ട് എന്നുള്ളൊരു ബോധം നമുക്ക് ഉണ്ടാവണം. എൻകറേജ് അതർ ഇൻട്രസ്റ്റ് ആൻഡ് സോഷ്യൽ ആക്ടിവിറ്റീസ്. നമ്മൾ മറ്റുള്ള ഇൻട്രസ്റ്റ് എന്ത് ചെയ്യുക, എൻകറേജ് ചെയ്യുക. അതായത് നമ്മൾ ഫോണിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ അത് അവിടെ നിർത്തി വെച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക,
ഇൻവോൾവ് ആവുക. വീട്ടിലുള്ള കാര്യങ്ങളാണെങ്കിലും സൊസൈറ്റിയിലുള്ള കാര്യങ്ങളാണെങ്കിലും നമ്മൾ ഇൻവോൾവ് ചെയ്യാൻ ശ്രമിക്കുക. മോണിറ്റർ കമ്പ്യൂട്ടർ യൂസ് ആൻഡ് സെറ്റ് ക്ലിയർ ലിമിറ്റ്സ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ യൂസ് നമ്മൾ നോക്കിയിട്ട് ഒരു ലിമിറ്റ് ഫിക്സ് ചെയ്യുക. ഇന്ന് ഞാൻ ഇത്ര സമയം നോക്കും, അല്ലെങ്കിൽ ഇത്ര നേരം നോക്കിയാൽ മതി, ബാക്കിയുള്ള സമയം ഞാൻ വേറെ എന്തെങ്കിലും എൻഗേജ്ഡ് ആവും. അപ്പോൾ അങ്ങനെ നമ്മൾ ലിമിറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും എന്താണെന്നാലും ഇതിൽ അഡിക്റ്റ് ആവുന്നില്ല. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളിലും കൂടെ ഇൻട്രസ്റ്റഡ് ആകുമ്പോൾ നമ്മളെന്ത് ചെയ്യും, അതിലെന്ത് ചെയ്യും. അപ്പോൾ അതാണ് മാനേജിങ് ഇൻ്റർനെറ്റ് അഡിക്ഷനിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഇത്രയും കാര്യങ്ങളാണ്. ഇതെന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക.